നമ്മൾ മണി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വരെ. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇനിയുള്ള റെസ്പോൺസ് ആണ് ഫ്രീസ്. ഇതാണ് പിശുക്ക്. ഫ്രീസ് ചെയ്യും. ഇവർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്പെൻഡേ ചെയ്യില്ല. ഇവർ കൂട്ടി വെക്കും. ഇവർ നല്ല കാശുകാരായിരിക്കും, പക്ഷെ അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. പൈസ ഇവർക്ക് ഒത്തിരി ഉണ്ടാവും, പക്ഷെ ഇവർ ഒന്നില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഇവർ മരിച്ചു പോകും, അല്ലെങ്കിൽ ഇവർക്ക് അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. ആൻഡ് യു ആർ ഫ്രീസിങ് ദ മണി. മണിയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, കോമ്പിനേഷൻ ഓഫ് ഫ്രീക്വൻസി. ഇറ്റ് ഹാസ് ടു ഫ്ലോ. സ്റ്റാഗ്നൻ്റ് ആണോ തീർന്നു. അവിടെ നിറയും. നമ്മൾ കൂട്ടി വെക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ പൈസ ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് വരും. അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് വേണോ അത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സ്പീരിയൻസസ് ആണോ വേണ്ടത്, മെറ്റീരിയൽസ് ആണോ വേണ്ടത്, ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അനുഭവിക്കാതെ മരിച്ചു പോകാന്ന് പറയില്ലേ. ആൻഡ് ദ വിഷമമുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ജനറേഷൻ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഈ അപ്പൂപ്പൻ അസുഖം വന്ന് മരിച്ചു. അപ്പോൾ ഈ വെൽത്ത് മുഴുവൻ മക്കളിലേക്ക് വരും. മക്കൾക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അച്ഛൻ മാത്രമൊന്നുമല്ല, ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും ഇതൊക്കെ വിറ്റാണ് ജീവിക്കുന്നത്. അതായത് അവർക്ക് അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവരുണ്ടാക്കിയതല്ല ഏത് രീതിയിലാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ അത് വെറുതെ പോവുകയും ചെയ്യും ഈ ഫ്രീസ് ആയിട്ടുള്ള സാധനം. അപ്പം മണി ഹാസ് ടു ഫ്ലോ.